ഇന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ, മലയാള സിനിമയിൽ ഇന്ന് ഇതുപോലുള്ള പ്രൊഡ്യൂസേഴ്സ് ഹീറോ ബേസ്ഡ് ആയിട്ടുള്ള കഥ ബേസ്ഡ് ആയിട്ട് പടം എടുക്കുന്നു എന്നുള്ള കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നത്. സോഷ്യലി ഒരു വലിയൊരു മെസ്സേജുണ്ട്. എന്ത് കണ്ടാലും ഫോർവേഡ് അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഒരു ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെടുന്ന പോലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. അതിന് പൈസ മുടക്കിയിട്ടുള്ള ആ പ്രൊഡ്യൂസറിന് ബിഗ് സല്യൂട്ട്, ബിക്കോസ് ആ റിസ്ക് എടുത്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും എല്ലാം പുതുമയുണ്ട്. ഇറ്റ്സ് എ വെരി ടച്ചിങ് ഫിലിം. പീപ്പിൾ ഷുഡ് വാച്ച് ഇറ്റ്. കൺഗ്രാജുലേഷൻ ടു ഓൾ ദ ടീം. താങ്ക് യു. വളരെ നല്ല മൂവിയായിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകുമായിരുന്നു. എന്താ പറയുക, അതിൽ അഭിനയിച്ച നിതീഷ് ഇരട്ടി എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടും കൂടിയാണ്. പുള്ളി ഒരു അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള പുള്ളി ഇങ്ങനെ ഇത്രയും നല്ലൊരു അഭിനയം കൂടി കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട്. നല്ല മൂവിയായിരുന്നു. എല്ലാവരും പോയി കാണുക. അതിൻ്റെ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, നമ്മളതിന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കഥയാണത്. ശരി, ഓക്കെ. ഇപ്പം നിതീഷും ജിബിയും രണ്ടുപേരും പുതിയ കുട്ടികളാണ്. അവർ വളരെ ഭംഗിയായി തന്നെ വളരെ എന്താ പറയുക, കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് രണ്ടുപേരും വളരെ സട്ടിലായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നവരും. പിന്നെ തീർച്ചയായിട്ടും നല്ല സ്റ്റോറിയാണ്. പക്ഷേ നമ്മൾ ഇത്തരം സിനിമകളിലേക്ക് നമ്മൾ ഇനിയും കൂടുതൽ വരേണ്ടിയിരിക്കുന്നു. നമ്മളെപ്പോഴും നമുക്ക് ചിരിക്കണം, സന്തോഷിക്കണം എന്നല്ല. ചിലപ്പോൾ നമുക്കൊരു ഐ ഓപ്പണർ ആയിരിക്കും. നാളെ നമ്മളും ഒന്ന് ചിന്തിക്കും. ഒരു പെയിൻ ഉണ്ടല്ലോ, നമ്മൾ ആ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിച്ച് പോകുന്നുണ്ട്, കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് കൂടുതൽ അത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അത്. നമ്മൾ ഈ അതർ ലാംഗ്വേജ് മൂവീസൊക്കെ വരുമ്പോൾ സ്റ്റാർ വാല്യൂ അല്ല കാര്യം, നമ്മൾ കഥയാണ്, കണ്ടൻറ്റാണ് കിങ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ വലിയൊരു കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം സിനിമകളെ നമ്മൾ തന്നെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്താലാണല്ലോ വീണ്ടും പുതിയ ഇത്തരം അറ്റംപ്റ്റ്സ് ഉണ്ടാവാൻ പറ്റുക. അപ്പോൾ എനിക്കറിയാത്തൊരു പുതിയ കാര്യമായിരുന്നു, അതിപ്പോൾ അറിയാൻ പറ്റി. അപ്പം നമ്മൾക്ക് ഇപ്പോഴും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ശരിക്കും സൂപ്പർഫിഷ്യലായി പോയിട്ടുണ്ടല്ലോ ഒരുപാട്. അതല്ല ജീവിതം എന്നറിയാനും കൂടി സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. സാധ്യതയുണ്ട്. കാരണം OTT-യിൽ നമുക്ക് കുറച്ചുകൂടി ക്ഷമയുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊന്ന് ഇരുന്ന് കണ്ടു നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും OTT എപ്പോഴും ഇത്തരം സിനിമകൾക്ക് ഭയങ്കര നല്ലൊരു സ്പേസാണ്. അപ്പോൾ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ ലക്ഷ്മി ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. കാരണം ഇത്രയും നല്ലൊരു കണ്ടൻറ്റ്, ഇത്രയും നല്ലൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. കാരണം എന്താ പറയുക, നിങ്ങൾ കണ്ടല്ലോ, പടം കണ്ടല്ലോ. അപ്പം അതൊരിക്കലും മോശമായി പോയ ഒരു പടമല്ലല്ലോ, നല്ലൊരു പടമല്ലേ. അപ്പോൾ ഇതെല്ലാവരും കാണണം, എല്ലാവരും സ്വീകരിക്കണം, എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം. കാരണം ഇനിയും ഇതുപോലത്തെ സിനിമകൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. എന്ന് പറഞ്ഞാൽ അവനെൻ്റെ എന്താ പറയണമെന്ന് പറയാമല്ലോ, അവൻ്റെ വീട്ടിൽ ഞാൻ കിടക്കുന്നു. എൻ്റെ വീട്ടിലുണ്ട് അവൻ്റെ അമ്മ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ അത്ര ബന്ധുക്കളൊക്കെ അവിടെ. സിനിമ വളരെ നന്നായിട്ടുണ്ട്. ഇത്ര മതി സിനിമയ്ക്ക്, ഇത്ര മതി. പിന്നെ ധാരാളം